ശരിക്ക് ഫാത്തിഹ ഓതാൻ പോലും അറിയില്ല. ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബിലെ ഒരു വലിയനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ലൈവിൽ കുറേ ആളുകളൊക്കെ ഉണ്ടാവും. അദ്ദേഹം ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഫാത്തിഹയിൽ തന്നെ മാരകമായ തെറ്റ്, സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ മാരകമായ തെറ്റ്. പിന്നീട് അദ്ദേഹം ഒരു സ്വലാത്ത് ചൊല്ലിപ്പോൾ അതിൻ്റെ ബാക്കി ചൊല്ലാൻ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സ്വലാത്ത് എനിക്ക് ചൊല്ലാൻ അറിയില്ല, നിങ്ങൾ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ടൊരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പോലും അറിയാത്ത ജാഹിലീങ്ങളായ ആളുകൾ ഇത് നല്ല ഒരു ബിസിനസ്സിൻ്റെ ഏരിയയാണ് എന്ന് മനസ്സിലാക്കി പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണെന്ന് മനസ്സിലാക്കി അത്തരം ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിലൊന്നും മുസ്ലിം സമൂഹം വിട്ടുപോകാൻ പാടില്ല. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഇത് അള്ളാഹുവിൻ്റെ ദീൻ. ആ ദീൻ എന്ന് പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും അവകാശപ്പെടാൻ പറ്റുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തിയാക്കി പഠിപ്പിച്ചു തന്നതാണ് നമ്മുടെ ദീൻ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുൽ ഇസ്ലാമ ദീന. ഈ ദീനിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഒരു വലിയ ആരാകണം, അതിൻ്റെ നിബന്ധന എന്താണ് എന്നതൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജന്മാരിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പ്രധാനപ്പെട്ട നിബന്ധനയാണ് അവർ വലിയാവുക എന്ന്. സുബ്ഹാനല്ലാഹ്. ഒരാള് ഇതുപോലെ ഒരു കള്ളത്വരീഖത്തിൽ വ്യാജത്വരീഖത്തിൽ വിട്ടുപോയി. അപ്പം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൽ പല അത്ഭുതങ്ങളും കാണുന്നു എന്നതാണ്. പല അത്ഭുതങ്ങളും അദ്ദേഹത്തിൽ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. പല അത്ഭുതങ്ങളും കണ്ടതുകൊണ്ട് മാത്രം അദ്ദേഹം വലിയാണെന്ന് പറയാൻ പറ്റും? എന്നിട്ട് അദ്ദേഹം വളരെ അത്ഭുതത്തോടെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇദ്ദേഹം ചെന്നപ്പോൾ ഇദ്ദേഹം വന്ന വഴിയിൽ ഏത് വാഹനത്തിലാണ് വന്നത്, എവിടെ ഇറങ്ങിയിട്ടാണ് ചായ കുടിച്ചത്, ഏത് സ്റ്റോപ്പിൽ നിന്നാണ് കയറിയത്, ആരോടൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്, ഇതൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തരുന്നു. ഇത് കേട്ടപ്പോഴേക്ക് ഇദ്ദേഹത്തിന് ഉറപ്പായി ഇത് ഔലിയാക്കളിൽപ്പെട്ട ആൾ തന്നെയാണ്. അതുകൊണ്ട് ഒരാൾ വലിയാവൂല. അത് വാസ്തവത്തിൽ ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലും ഒരു മലക്കും ഒരു ശൈത്വാനുമുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എൻ്റെ ഖരീൻ അഥവാ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആള് മുസ്ലിമായി. റസൂലുള്ളാഹിയുടെ അടുക്കൽ പിന്നെ മുസ്ലിം ആകാതെ നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള എല്ലാവരുടെ കൂടെ ഒരു മലക്കും ഉണ്ടാവും, ഒരു ശൈത്വാനും ഉണ്ടാവും. ഈ ശൈത്വാൻ്റെ സ്വാധീനം കൂടുമ്പോഴാണ് നമ്മൾ പൈശാചികമായ കാര്യങ്ങൾ ചെയ്യുന്നത്. മലക്കിനാണ് നമ്മിൽ സ്വാധീനം കൂടുതലെങ്കിൽ നമ്മൾ മലക്കിയായ അവസ്ഥകളിലേക്കാണ് പോകൽ. അപ്പോൾ ഒരു പിശാചിൻ്റെ സേവയുള്ള ഒരാളുടെ അടുത്തേക്ക് നമ്മൾ ചെന്നാൽ ആ അദ്ദേഹത്തിൻ്റെ അരികിലുള്ള ശൈത്വാന്മാർ നമ്മുടെ കൂടെയുള്ള ശൈത്വാനുമായിട്ട് പെട്ടെന്ന് കമ്പനിയായി വന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം കൈമാറി, അത് ഇദ്ദേഹത്തിന് കൈമാറി. ഇദ്ദേഹം അതൊരു വലിയ സംഗതിയായിട്ട് പറയുമ്പോൾ ഈ ഒരു ലോകത്തെക്കുറിച്ച് അറിയില്ലാത്തവർ അവർ ധരിക്കും ഇതെന്തോ ഒരു വലിയ കറാമത്താണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു കറാമത്തല്ല. എന്നാൽ കറാമത്ത് കാണിക്കലാണോ ഒരു വലിയാണോ അല്ലേ എന്ന് അറിയാനുള്ള മാനദണ്ഡം അല്ല. കറാമത്ത് കാണിക്കുന്നു അല്ലേ എന്നത് ഔലിയാക്കളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമേ അല്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അവിടുത്തെ ഒരു സദസ്സിലേക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട മുരീദന്മാർ എന്ന വലിയ ഔലിയാക്കളാണ്, ആ ഔലിയാക്കളായ മുരീദന്മാർ വന്നു. അതിൽപ്പെട്ട ഒരാൾ പറന്നിങ്ങനെ വന്നു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലേക്ക്. കറാമത്ത് കൊണ്ട് പറന്നു വന്നതാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. അവിടുന്ന് വളരെ ശക്തമായിട്ട് ആ മുരീദിനെ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ താക്കീത് ചെയ്തു. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ കറാമത്ത് പ്രകടിപ്പിക്കുക എന്നത് എപ്പോഴാണ്? കറാമത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതെന്താണ്? ഇവിടെ ഇപ്പോൾ ഈ മുതുകാട് എന്ന് പറയുന്ന ഒരു മജീഷ്യൻ ഉണ്ടല്ലോ, അയാൾ പല അത്ഭുതങ്ങളും കാണിക്കും. അത് കറാമത്തല്ല. സത്യസായി ബാബ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാൾ പല അത്ഭുതങ്ങളും കാണിക്കും. അത് കറാമത്തല്ല. അതെന്താണ്?
അത് കൺകെട്ട് വിദ്യയാണ്. അത് ആർക്കും പഠിച്ചെടുക്കാം. അത് ചില പ്രത്യേക പരിശീലനമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും അത് പഠിച്ചെടുക്കാൻ പറ്റും. എന്നാൽ അള്ളാഹുവിൻ്റെ നബിമാർക്കും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും അള്ളാഹു താല കൊടുക്കുന്ന മുഅ്ജിസത്ത് കറാമത്ത് അത് ഇതുപോലുള്ള കൺകെട്ട് വിദ്യകൾ അല്ല. പിന്നെയോ അത് അള്ളാഹു താല അവർക്ക് പ്രത്യേകം കൊടുക്കുന്ന ഒരു പവറാണ്. പ്രത്യേകമായി അള്ളാഹു താല അവർക്ക് കൊടുക്കുന്ന ഒരു പവറാണ്. ആ പവർ എന്ന് പറയുന്നത് ഈ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് സംഭവിക്കുന്നതാണ്. മജീഷ്യന്മാരുടേത് പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായി സംഭവിക്കുന്നതാണ്. ലോകത്ത് പ്രപഞ്ചത്തിൽ ഏത് കാര്യവും പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ചേ ഇവിടെ ഉണ്ടാകും. ഒരു ബോൾ എടുത്തിട്ട് മേലോട്ടെറിഞ്ഞാൽ ആ ബോളിന് താഴെ വീഴുക എന്നതേ നടക്കൂ. കാരണം പ്രപഞ്ച നിയമം അങ്ങനെയാണ്. ഗുരുത്വാകർഷണ വിലയുള്ളത് കൊണ്ട് ആ ബോളിന് ഇനി മുകളിലേക്ക് കയറി പോകാൻ പറ്റില്ല, അത് താഴോട്ട് വീഴും. എന്നാൽ ഒരു മജീഷ്യൻ ഒരു ബോളിട്ടപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് കണ്ടുപിടിച്ചാൽ അത് ആർക്കും അത് ചെയ്യാൻ കഴിയും. എന്നാൽ ഔലിയാക്കളുടെ കറാമത്ത് അങ്ങനെയല്ല, നബിമാരുടെ മുഅ്ജിസത്ത് അങ്ങനെയല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം സംവിധാനിച്ച അല്ലാഹു തആല അവർക്ക് വേണ്ടി അത് മാറ്റിക്കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ആറാബിയെ കാണുകയാണ്. അദ്ദേഹത്തോട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അസ്ലിം, നീ മുസ്ലിമാകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാൻ മുസ്ലിം ആകണമെങ്കിൽ നിങ്ങൾ നബിയാണ് എന്നതിൻ്റെ തെളിവെന്താണ്? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, എന്ത് തെളിവാണ് നിനക്ക് വേണ്ടത്? അപ്പം അദ്ദേഹം പറയുന്നു, ദൂരെ കാണുന്ന ഒരു മരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ആ മരത്തെ തങ്ങൾ വിളിച്ചാൽ ആ മരം ഇങ്ങോട്ട് നടന്നു വരണം. ജാഅത് ലിദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സഖിം ബിലാ ഖദമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് വിളിച്ചപ്പോൾ ആംഗ്യം കാണിച്ച് വിരൽ കൊണ്ടൊരു ഇഷാറത്താക്കിയപ്പോൾ ദൂരെയുള്ള മരമിങ്ങനെ നടന്നു വരികയാണ്. അതിൻ്റെ വേരുകൾ 4 ഭാഗത്തേക്കും മരം ചാഞ്ഞ് വേലുകൾ പിഴുതെടുത്ത് ആ മരമിങ്ങനെ നിരങ്ങി വരികയാണ്. ഇത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്ക് അള്ളാഹു താല കൊടുക്കുന്ന പ്രാപഞ്ചിക നിയമത്തെ അള്ളാഹു അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. അതേ സമയത്ത് അത്ഭുതങ്ങൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമായ കാര്യം ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമല്ല, അത് അവരുടെ സാധാരണ കാര്യമാണ്. അപ്പോൾ ജിന്നുകളുടെ ലോകത്തെക്കുറിച്ച് വേണ്ടത്ര പരിചയമില്ലാത്ത വിവരം കുറഞ്ഞ ആളുകൾ ഇത്തരം അത്ഭുതങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ കറാമത്തിൻ്റെ ഉടമയാണെന്നോ അദ്ദേഹം വലിയ വലിയാണെന്നോ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അപ്പം കറാമത്ത് ഉണ്ടാവുക അല്ല ഇല്ലാതിരിക്കുക എന്നതല്ല ഒരാൾ വലിയാണോ അല്ലേ എന്നതിൻ്റെ മാനദണ്ഡം. ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തങ്ങൾ പറയാണ്, ലൗ ലം യകുല്ലിൽ വലിയ കറാമത്തുൻ ളാഹിറത്തുൻ അലൈഹി ഫിദ്ദുനിയ. ഒരു വലിയന് ദുനിയാവിൽ കറാമത്തേ ഉണ്ടായില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിലായത്തിന് യാതൊരു കോട്ടവുമില്ല. മറിച്ച് അത് ഔലിയാക്കൾക്ക് കറാമത്ത് എന്നത് ഒരു മനുഷ്യൻ്റെ ഹിദായത്തിന് കാരണമാകുമ്പോൾ മാത്രമേ അവർ ഹിദായത്തെ പ്രകടമാക്കുകയുള്ളൂ, അവർ കറാമത്ത് പ്രകടമാക്കുകയുള്ളൂ. ആളുകൾ അത് കണ്ടാൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന അവസ്ഥയുണ്ടെങ്കിൽ അവർ കറാമത്ത് പ്രകടിപ്പിക്കും. അല്ലാതെ എൻ്റെ വിലായത്ത് ജനങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ച് ഒരു വലിയും കറാമത്ത് പ്രകടമാക്കൂല. അവർ പലപ്പോഴും ഞാൻ ആരാലും അറിയപ്പെടാതിരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം കറാമത്ത് ഉണ്ടോ ഇല്ലേ എന്നതല്ല, അദ്ദേഹം വലിയാണോ ഇല്ലേ എന്നതിൻ്റെ മാനദണ്ഡം. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ നളർതും ഇലാ റജുലിൻ ഉതിയ മിനൽ കറാമാതി, ഒരാളിൽ നിന്ന് അത്ഭുതങ്ങൾ ഇങ്ങനെ കാണുന്നു എന്നതുകൊണ്ട് ലാ തസ്തദില്ലു അലാ വിലായതിഹി, അദ്ദേഹം വലിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ ശൈത്വാന്മാർക്ക് പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റും. ശൈത്വാന്മാർക്ക് പല അനുഭവങ്ങളും നമുക്കുണ്ടാക്കി തരാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ കറാമത്തിൻ്റെ വിലായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീഅത്തുൽ ഇസ്ലാമിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ പ്രമുഖനാണ്. ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ശിഷ്യന്മാരോടുകൂടെ ഒരു വലിയാണ് എന്ന് പരക്കെ പ്രചരിക്കപ്പെട്ട ഒരാളുടെ സമീപത്തേക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളും ശിഷ്യന്മാരും
ദീർഘയാത്ര കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തി അദ്ദേഹം അവിടെ ഒരു സ്ഥലത്തിരിക്കുന്നു. ആ ഇരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം ഒന്ന് വലതു ഭാഗത്തേക്ക് തുപ്പിക്കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, ശരീഅത്തുൽ ഇസ്ലാമിൽ വലതു ഭാഗത്തേക്ക് തുപ്പുക എന്നത് കറാഹത്താണ്. ഒരു വലിയായ മനുഷ്യൻ കറാഹത്ത് ചെയ്യാൻ പാടില്ലല്ലോ. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു അദബ് പാലിക്കാൻ കഴിയാത്തവനെ നമുക്ക് പിന്തുടരാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ അദ്ദേഹത്തെ കണ്ട് സലാം പോലും പറയുന്നതിന് മുമ്പ് തിരിച്ചു പോരുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ശരീഅത്തുൽ ഇസ്ലാം ആണ് മാനദണ്ഡം. കറാമത്ത് കാണുക, അത്ഭുതം കാണുക എന്നതെല്ലാം. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ പല ആളുകളും തെറ്റിദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കളുടെ അടയാളമെന്ന് പറയുന്നത് അത്ഭുതം കാണലല്ല. പലപ്പോഴും ഇത്തരം കള്ളത്തൊരീഖത്തിൽ പെട്ടുപോയ പല ആളുകളും ആ ആളുകളൊക്കെ പറയുന്നത് അവിടെ എത്തുമ്പോൾ എന്തോ അത്ഭുതങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഈ കള്ളത്തൊരീഖത്തിൻ്റെ ഷെയ്ഖിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഒരു വിശാലമായ ഒരു റൂം, ആ റൂമിലെത്തിയാൽ റൂമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേകമായ സമയത്തുമ്പോൾ ആ റൂം നിറയെ വെളിച്ചം വരുന്നു. ഈ ഷെയ്ഖും പിന്നീട് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളും ആകാശത്തു നിന്നിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു രംഗം ഇവർ പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിസ്കരിച്ചിട്ടില്ല എന്നത് ഇവർക്ക് പ്രശ്നമല്ല. അദ്ദേഹം കള്ളു കുടിക്കും ഇവരുടെ മുമ്പിൽ വെച്ച്, അതും പ്രശ്നമല്ല. കാരണം ഇത് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുമായിട്ട് ഇറങ്ങി വരുന്നത് കണ്ടതാണ്. അങ്ങനെ അതിൽ പെട്ടുപോവുകയാണ്. ഇങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ പല അനുഭവങ്ങളും വ്യാജമായി സൃഷ്ടിച്ചു തരാൻ, വ്യാജമായി നമുക്കിങ്ങനെ അനുഭവപ്പെടുത്തി തരാൻ പിശാചിൻ്റെ കഴിവുകളിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള പിശാചിൻ്റെ കെണിവലകൾ ധാരാളമുണ്ടാവും. അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് വേറെ ഒരു കള്ളത്തൊരീഖത്തിൻ്റെ ഷെയ്ഖിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നത് നേരിട്ട് അവിടെ പോയി അനുഭവിച്ച ആളുകൾ നേരിട്ട് പറഞ്ഞതാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയാൽ പല രോഗങ്ങളും മാറും, പല രോഗങ്ങൾക്കും ഒരു ആശ്വാസം കിട്ടും. അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ രൂപം, അദ്ദേഹത്തിൻ്റെ സദസ്സിൽ പോയിരുന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഷെൽഫിലുള്ള ഖുർആൻ ഇങ്ങോട്ടെടുക്കും. ആ ഖുർആൻ നിലത്തിട്ട് ആ ഖുർആൻ്റെ മേലെ ചവിട്ടി കയറി നിൽക്കും. നഊദു ബില്ലാഹ്. എന്നിട്ട് ആ ഖുർആനിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും പറയാം. ആ കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ഇവർക്ക് പല അത്ഭുതങ്ങൾ ഇങ്ങനെ തോന്നുകയാണ്. പരിശുദ്ധ ഖുർആനിനെ ഒരാൾ നിന്ദിച്ചാൽ അവൻ കാഫിറല്ലേ? അവന് പിന്നെ എങ്ങനെ വലിയാകും? പക്ഷെ ഈ തരത്തിലുള്ള വിശുദ്ധ ഖുർആനിനെ തന്നെ നേരിട്ട് നിന്ദിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ അരികിൽ തുടരാനുള്ള ഇവരുടെ പ്രചോദനം എന്താണ്? പല അത്ഭുതം കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്ഭുതം എന്നത് ശൈത്വാൻ്റെ സഹായമുള്ളവർക്ക് നമുക്ക് പല അത്ഭുതങ്ങളും ആണ് എന്ന് തോന്നുന്നത് കാണിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഒറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഔലിയാക്കളിൽ പ്രമുഖനായ മഹാനാണല്ലോ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ സാധാരണ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ, ഒരു മുരീദിനെ കാണുന്നില്ല. ദിവസങ്ങളോളം അദ്ദേഹത്തെ കാണാതെ ആയപ്പോൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, എന്താണ് അദ്ദേഹത്തെ കാണാത്തത്? അപ്പം മറ്റുള്ളവർ പറഞ്ഞു, അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ ഷെയ്ഖായിട്ട് മാറിയിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ആത്മീയമായ പവറൊക്കെ കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഉസ്താദെ അങ്ങയുടെ സമീപത്തേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഒരു ആത്മീയമായ ഒരു റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരുത്തൻ പിഴച്ചു പോകുന്നു എന്ന് തോന്നിയപ്പോൾ ഉടനെ തന്നെ വേറെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയിട്ട് അവനെ വിളിച്ചു കൊണ്ടുവാ, ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറ. അദ്ദേഹം ചെന്നു, നിങ്ങളെ ഉസ്താദ് വിളിക്കുന്നുണ്ട്, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വിളിക്കുന്നുണ്ട്. സയ്യിദ് ത്വാഇഫത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ഔലിയാക്കളിൽ പ്രമുഖൻ, എല്ലാ ത്വരീഖത്തിൻ്റെയും
മശായിഖ്മാരുടെ പരമ്പര ചെന്ന് അവസാനിക്കുന്നത് ജുനൈദുൽ ബാഗ്ദാദി തങ്ങളിലേക്കാണ്. ആ ജുനൈദുൽ ബാഗ്ദാദി തങ്ങളാണ് വിളിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, ഉസ്താദിനോട് പറ, ഞാനിപ്പോൾ വലിയ കറാമത്തുള്ള ആളാണ്, അതുകൊണ്ട് ഉസ്താദിനെ എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു. ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾക്ക് അപകടത്തിൻ്റെ ആഴം മനസ്സിലായി. ബഹുമാനപ്പെട്ടവർ അതേ നേരിട്ട് ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, എന്താണ് നിൻ്റെ വിശേഷം മോനെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കറാമത്ത് പറയുകയാണ്, ഉസ്താദേ, ഇപ്പം എനിക്കൊരു പ്രത്യേകമായ അവസ്ഥയാണ്. എല്ലാ ദിവസവും രാത്രി എൻ്റെ സമീപത്തിവിടെ വീട്ടിൽ ഒരു വലിയ സിംഹം വരും. ആ സിംഹത്തിൻ്റെ പുറത്ത് കയറി ഞാനിങ്ങനെ യാത്ര പോകും. ആ സിംഹത്തിൻ്റെ പുറത്തിങ്ങനെ കയറി പോയി സിംഹം എന്നെ ഒരു സ്വർഗത്തിലെത്തിക്കും. സുബ്ഹാനല്ലാഹ്, നല്ല പരിമളമുള്ള സ്വർഗം, ചുറ്റും തോട്ടങ്ങളാണ്, പഴങ്ങളാണ്, അവിടെ സ്വർഗീയ ആളുകളാണ്, നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെയുണ്ട്. അവർക്കിടയിൽ ഞാനിങ്ങനെ ആ സ്വർഗത്തിൽ നിന്ന് നിസ്കരിക്കും. അവസാനം ഉറക്കം വരുമ്പോൾ സ്വർഗത്തിലെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും ഞാൻ ഉണ്ടാവുക. ഇതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും ഇത് തുടരാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾക്ക് അപകടം മനസ്സിലായി. ബഹുമാനപ്പെട്ടവർക്ക് പെട്ടെന്ന് ഓടി, ഇത് പിശാച്ചിൻ്റെ വലിയ ചതിയാണിത്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ, മോനെ നീ ഇനി മുതൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കൂല. ഇവനിത് അനുഭവിക്കല്ലേ, ഇവനൊന്ന് സ്വർഗത്തിൽ പോവല്ലേ. ഇത്തരം അനുഭവമുള്ള ആളുകളോട് പണ്ഡിതന്മാർ പറഞ്ഞു, അത്തരത്തിൽ അനുഭവം കേട്ടതുകൊണ്ട് കണ്ടതുകൊണ്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞാൽ അവർ കരുതും ഇത് പണ്ഡിതന്മാർക്ക് ഇതൊന്നും തിരിയാത്തത് കൊണ്ടാണ്, ഇത് ഔലിയാക്കളുടെ ലോകല്ലേ, ഇവർക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലാവുമോ എന്ന് ചിലർ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഇദ്ദേഹവും തെറ്റിദ്ധരിച്ചു. ഉസ്താദ് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയാണ്, എന്താണ് ഉസ്താദിന് ഞങ്ങളുടെ ഈ ലോകം തിരിഞ്ഞിട്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ പറഞ്ഞു, മോനെ, ഇന്ന് രാത്രി നീ ആ പറയപ്പെട്ട സ്വർഗത്തിലെത്തിയാൽ നീ ഫഖുൽ സലാസ മർറാത്ത് ലാ ഹവ്ല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ സ്വർഗത്തിൽ നീ എത്തിയ ഉടനെ ഉറക്കെ ലാ ഹവ്ല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ഉറക്കെ ചൊല്ലിക്കോ, 3 തവണ ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ജുനൈദുൽ ബാഗ്ദാദി തങ്ങൾ പറഞ്ഞപ്പോൾ അതാ മനുഷ്യൻ ഫവജദഹു മുതകബ്ബിറ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് ഒരു കിബർ വരികയാണ്. എന്നോട് ഇതൊക്കെ പറയാൻ ആരാ ഉസ്താദ്, എന്താണ് ഇപ്പോൾ ഉസ്താദ് പറയുന്നത് എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു നീരസമുണ്ടായി. പക്ഷെ അത് പുറത്തേക്ക് പറഞ്ഞില്ല. എന്നാലും ഉസ്താദാണല്ലോ എന്നുള്ള ഒരു പരിഗണന കൊടുത്തു. എന്നാലും അദ്ദേഹം അന്ന് രാത്രി പറയും പോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആ പറയപ്പെടുന്ന സിംഹം കടന്നു വരുന്നു. സിംഹത്തിൻ്റെ പുറത്ത് കയറി അദ്ദേഹം ആ പറയുന്ന സ്വർഗത്തിൽ ചെന്നിറങ്ങുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉസ്താദ് പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഇദ്ദേഹം ലാ ഹവ്ല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ ഉറക്കെ 3 പ്രാവശ്യം ചൊല്ലിയപ്പോൾ സുബ്ഹാന റബ്ബി, എന്താ സംഭവിച്ചത്? അതുവരെ സ്വർഗമാണെന്ന് ഇദ്ദേഹം ധരിച്ച് നല്ല പരിമളമുണ്ടായിരുന്ന സുസ്മേരവതരായി അദ്ദേഹത്തിൻ്റെ കൂടെയും ചുറ്റുമുണ്ടായിരുന്ന സ്വർഗീയവാസികൾ ഇവർ ഫൽ ഖൗമു സ്വഹു വഅബു, അവരുടെ എല്ലാം രൂപവും ഭാവവും മാറുകയാണ്. നല്ല സൗന്ദര്യമുള്ള ആളുകളായിരുന്നവർ ഇവർ പെട്ടെന്നായി ഭീകര രൂപികളായി മാറുകയാണ്. അട്ടഹസിച്ച് ഓടി മറയുകയാണ്. വഹുവ വജദ നഫ്സഹു ഫീ മസ്ബലത്തിൻ ബൈന യദൈ ഇളാമിൽ മൗത. അങ്ങനെ നോക്കുമ്പോൾ വാച്ചയും ബഹളുമായി ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കൂടെയുള്ള ആരുമില്ല, ഉള്ളവരൊക്കെ ഭീകര രൂപികളായി ഓടിമറഞ്ഞു. ഇപ്പോൾ നോക്കുമ്പോൾ നേരത്തെ വന്നിരുന്ന പരിമളമില്ല, ദുർഗന്ധമാണുള്ളത്. ഇവിടെ നോക്കുമ്പോൾ നേരത്തെ കണ്ടിരുന്ന തോട്ടങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പം ഇവൻ എവിടെയാണുള്ളത്? സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞ മാംസത്തിൻ്റെയും അതുപോലെ ശവശരീരങ്ങളുടെയും ഒക്കെ നടുവിൽ ഒരു ശ്മശാനത്തിലാണ് അദ്ദേഹമുള്ളത്. ഈ ദുർഗന്ധം വമിക്കുന്ന ശ്മശാനത്തെയാണ്
പിശാചുക്കൾ ഈ മനുഷ്യന് സുഗന്ധപൂരിതമായ സ്വർഗമായി അനുഭവിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെ പിശാച് വഞ്ചിക്കും, ശൈത്വാന്മാര് വഞ്ചിക്കും. തസവുഫിൻ്റെ മേഖല എന്ന് പറഞ്ഞ് മനുഷ്യരെ നന്മയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി എന്ന നിലക്ക് മനുഷ്യരെ പിഴപ്പിച്ച് നരകത്തിലേക്ക് എത്തിക്കാൻ പിശാചുക്കൾ പല വഴികളും സ്വീകരിക്കാറുണ്ട്. അത്തരം വഴികളിൽ ചെന്ന് പെട്ടുപോയി ഈമാനും ഹിദായത്തും നഷ്ടപ്പെടുത്തി ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട് എല്ലാ അർത്ഥത്തിലും പരാജിതരായി മാറാതിരിക്കണമെങ്കിൽ എന്താണ് തസവുഫ് എന്നത് പണ്ഡിതന്മാരിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഇസ്ലാം പഠിച്ച പണ്ഡിതന്മാരിൽ നിന്നാണ് തസവുഫ് പഠിക്കേണ്ടത്. അവരിൽ നിന്നാണ് നമ്മൾ ആത്മീയത പഠിക്കേണ്ടത്. ആരെങ്കിലും വേഷം കെട്ടി വരുമ്പോഴേക്ക് അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ പോയി പെട്ടിട്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ ചോദിക്കുമ്പോൾ വീടും സ്ഥലമൊക്കെ വിറ്റ് അതൊക്കെ അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് ലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്ത് ബാങ്ക് ജപ്തി നോട്ടീസ് ഭീഷണി വരുന്ന എത്രയോ ആളുകൾ ഇപ്പോഴുമുണ്ട്, അത്തരം കള്ളത്തുരീക്കത്തിൽ പെട്ടുപോയവർ. അപ്പം അതിൽ പെട്ടുപോയി നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്താൻ പാടില്ല. അർഹമുറാഹിമായ റബ്ബ് നമുക്ക് ഹക്കായി മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ച് അവസാനം കാമിലായ മുഅ്മിനീങ്ങളായി മരിച്ച് സ്വർഗം നേടാനുള്ള തൗഫീഖ് അർഹമുറാഹിമായ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, വിശുദ്ധമായ റമദാൻ ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിട്ടുള്ള അശാന്തിയുടെ കാർമേഘം വളരെ പെട്ടെന്ന് നീ പരിഹരിച്ച് ശാന്തമായ ഒരവസ്ഥ തിരികെ കൊണ്ടുവരണം റഹ്മാനെ. ഞങ്ങളുടെ സുൽത്താനുൽ ഉലമയടക്കമുള്ള ഞങ്ങളെ ബഹുമാന്യരായ ഉസ്താദുമാരൊക്കെ അവിടെ സന്ദർശനത്തിലാണുള്ളത്. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാ ആലിമീങ്ങൾക്കും ഞങ്ങളെ എല്ലാ നേതാക്കന്മാർക്കും നീ സംരക്ഷണം നൽകണം റഹ്മാനെ. സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ സംരക്ഷണം നൽകണം റഹ്മാനെ. അർഹമുറാഹിമായ റബ്ബേ, വിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വിശുദ്ധമായ നമ്മുടെ ഈ മസ്ജിദ് ഇതിനു വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവേ നീ ഖൈർ നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഖൈർ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന തരത്തിൽ ആത്മീയമായ ഉന്നതി ആത്മീയമായ തസവുഫിൻ്റെ വഴിയിലുള്ള ഉയർച്ച ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. വ്യാജ തസവുഫ് വാദികളിൽ നിന്ന് ഈ സമൂഹത്തെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. സുന്നത്ത് നിസ്കരിക്കാത്തവർ നിസ്കരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.